ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഞാൻ മാനന്തവാടി താലൂക്കിലെ കോറോത്ത് കരിമ്പിൽ LP സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് കബനി നദിയിലാണ് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് ഈ പുഴ ഒഴുകുന്നത് നോക്കി. പക്ഷേ ഈ പുഴയിൽ ചില സമയങ്ങളിൽ രൗദ്രഭാവമൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. 2018-19 കാലഘട്ടത്തിൽ ഇവിടെ പ്രളയം വന്നപ്പം നമ്മുടെ ഒരു ക്ഷീരകർഷകനുണ്ട് കേട്ടോ ഇവിടെ. അദ്ദേഹത്തെ ഇത് വല്ലാതെ അഫക്റ്റ് ചെയ്യും. ഒരു 12 ലക്ഷം രൂപ നഷ്ടം വരികയൊക്കെ ചെയ്തു. 2015 മെയ് മാസം 1-ാം തീയതി നമ്മുടെ തൊഴിലാളി ദിനത്തിൽ ആരംഭിച്ച ഫാമാണ് കേട്ടോ. ആ ഫാം 2019-ലെയും 2018-ലെയും ഒക്കെ പ്രളയത്തെ അതിജീവിച്ച് ഇപ്പോൾ ഒരു 2-ാം ഘട്ടത്തിലേക്ക് വരികയാണ്. 2-ാം ഘട്ടം എന്ന് പറയുമ്പം ഇപ്പോൾ 70ഓളം പശുക്കളുണ്ട്. 1000-ത്തിലധികം ലിറ്റർ പാലുൽപാദനവും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അവാർഡ് ദാനങ്ങളിലോ അങ്ങനെയുള്ള പരിപാടികളിലൊന്നും തന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രവാസിയുടെ ഫാമാണ് ഞാനിന്ന് കാണാൻ വന്നിരിക്കുന്നത്. അവരുടെ 2-ാം ഘട്ട പ്രവർത്തനങ്ങളുടെ തുടക്കം അത് ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് അവരെ ഒന്ന് കാണുവാനും ഫാം വിസിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കോറോം കരിമ്പിൽ റോഡിലാണ് കേട്ടോ. കോറോത്ത് നിന്നും 2.5 കിലോമീറ്റർ അകലെ നമ്മുടെ കരിമ്പിൽ LP സ്കൂളിന്റെ ഓപ്പോസിറ്റ് പഴശ്ശി ഫാമിന്റെ ഗേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പഴശ്ശി ഫാമിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് പഴശ്ശി ഫാമിന്റെ മെയിൻ എൻട്രൻസ്. പശുക്കളെയൊക്കെ ഫാമിൽ കാണാൻ കഴിയുന്നില്ലേ? പുല്ല് നട്ടിട്ടുണ്ട്. ചോളം വെച്ചിരിക്കുന്നത് ഇത് ഇവിടുത്തെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാനാണ് കേട്ടോ. ഇത് കൂടാതെ 7 ഏക്കറിൽ ഇവർക്ക് പുൽകൃഷിയുണ്ട്. സൂപ്പർ നേപ്പിയർ പുല്ല് നട്ടിട്ടുണ്ട്. ഇവർക്ക് ഇതുപോലെ 3 ഷെഡുകളിലായിട്ട് 70ഓളം പശുക്കളുണ്ട്. ആധുനിക സംവിധാനങ്ങൾ ഒക്കെയാണ് പശു വളർത്തിന് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഷെഡിലെ ടെയിൽ ടു ടെയിലായിട്ടാണ് പശുക്കളെ കെട്ടിയിരിക്കുന്നത്. കുടിവെള്ള സംവിധാനമുണ്ട്, തൊട്ടി ടൈലിട്ടിട്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനത്തിൽപ്പെട്ട പശുക്കളാണ് കേട്ടോ അധികം ഉള്ളത്. ഇപ്പൊ എല്ലാ പശുക്കളും വിശ്രമിക്കുന്ന സമയമാണ്. ആ സമയത്താണ് എൻ്റെ വരവ്. ഇവിടെ പൂർണ്ണമായിട്ടും പാർലർ സംവിധാനത്തിലാണ് കേട്ടോ കറവ നടത്തുന്നത്. അപ്പോൾ പശുക്കൾ ഇവിടുന്ന് അഴിച്ചിട്ട് ഈ വഴി ഇവിടെയാണ് പാർലർ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പാർലറിലേക്ക് പശുക്കൾ വരികയും ഈ പാർലറിൽ വന്ന് ഇവിടുന്ന് കറവ കഴിഞ്ഞ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ കാലെല്ലാം മുക്കി തിരിച്ച് പോകുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ 5 മിനിറ്റ് മതി ഒരു പശുവിന്. അങ്ങനെ ഒരേ സമയം 12 പശുക്കളെ കറക്കാവുന്ന സംവിധാനം ഇവിടെയുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 മാസം കാഫ്പെന്നിൽ വളർന്ന കുട്ടികള് കാഫ്പെന്നിലെ വളർച്ചയ്ക്ക് ശേഷം ഇട്ടിരിക്കുന്ന സെക്ഷനാണിത്. കന്നുകുട്ടികളെയും അതുപോലെ ഗർഭിണിയായ പശുക്കളെയും മാറ്റിയാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. ഇത് അവരുടെ വേറൊരു സെക്ഷനാണ് കേട്ടോ. പ്രസവിക്കാൻ കാഫ്പെന്നാണ് അപ്പുറത്തെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഉണ്ടാകുന്ന കുട്ടികളെ കാഫ്പെന്നിലാണ് വളർത്തുന്നത്. കണ്ടോ, ഇവിടെ ഒരേ സമയം 4 കുട്ടികളെ കാഫ്പെന്നിൽ ഇട്ട് വളർത്താവുന്ന സംവിധാനമാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അടിയിൽ ഫൈബർ മാറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പിന്നെ 3 മാസം വരെ കുട്ടികളെ വളർത്താനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ 3 മാസത്തിന് ശേഷം മാത്രമാണ് കുട്ടികളെ കൂട്ടിലേക്ക് മാറ്റുന്നത്.